Hi dears, welcome back to Race Education. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിങ് അടുത്തു. അപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ് നമ്മുടെ ബയോളജിയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഓർഡറിൽ, ആ ടോപ്പിക് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, മുൻ വർഷങ്ങളിൽ PYQ ചോദിച്ച ചോദ്യങ്ങളുടെ ആ ഒരു ടോപ്പിക്കിന്റെ ഓർഡറിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ചെക്ക് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ നമുക്കറിയാം, നമ്മുടെ ബോട്ടണിയിലെ ചാപ്റ്ററാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈൻഡ്സ് ഓഫ് പോളിനേഷൻ, ടൈപ്സ് ഓഫ് പോളിനേഷൻ, ഇതിൽ നിന്ന് ചോദ്യങ്ങളില്ലാത്ത ഒരു വർഷം പോലും ഇല്ല. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്. ഇതിൽ നിന്ന് ഒരെണ്ണം ഏതൊരു ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല, ഉറപ്പാണ്. ഒന്നുകിൽ ആ അഡാപ്റ്റേഷൻസും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഓട്ടോഗമി, സിനോഗമി, ജിയനോഗമി എന്ന് പറയുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ പഠിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഈ പോളിനേഷനിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ ഏതൊക്കെയാണ്, ഇൻബ്രീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെയാണെന്നുണ്ടെങ്കിൽ മൈക്രോസ്പൊറാഞ്ചത്തിന്റെ വാൾ ലെയർ, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഈ വാൾ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ചോദിക്കുക. ആന്തറിന്റെ വാൾ ലെയേഴ്സ് ചോദിക്കുന്നതാണ്. പിന്നീട് പോളങ്ക്രെയിന്റെ സ്ട്രക്ചർ, ആ ഒരു പോളങ്ക്രെയിൻ സ്ട്രക്ചർ എന്നിട്ട് അതിനകത്ത് സെല്ലുകൾ ഐഡന്റിഫൈ ചെയ്യുക, ആ സെല്ലുകളുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുകളൊക്കെ അറിയാന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. പിന്നെ എംബ്രയോ സാക്കിന്റെ സ്ട്രക്ചർ, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവിലെ എംബ്രയോ സാക്കിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള സെല്ലുകളുടെ കാര്യങ്ങളും എല്ലാം, ആ മെച്ചുവർ എംബ്രയോ സാക്കിന്റെ എല്ലാ സെല്ലുകളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസുകളും എല്ലാം എന്ത് ചെയ്തേ പറ്റുള്ളൂ, അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഈ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അറിയണം. അത് 2 മാർക്കിനും 1 മാർക്കിനും എല്ലാത്തിനും മാറി 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 ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അത് ചിലപ്പോൾ ഈ പറയുന്ന ഇതിന്റെ ചിത്രം വന്നു കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാൻ ചാൻസുകളുണ്ട്. പിന്നെ എംബ്രയോ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ, അത് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന കാണുന്നുള്ളതാണ്. ആ എംബ്രയോ ജെനസിസ് നടക്കുമ്പോൾ അതിന് ഓരോരോ സ്റ്റേജുകളുണ്ടല്ലോ, പ്രോ എംബ്രയോ, മെച്ചർ എംബ്രയോ ആൻഡ് എന്താണ് ഹെഡ് ഷേപ്ഡ് എംബ്രയോ, ഗ്ലോബുലാർ എംബ്രയോ, അങ്ങനെ ആ സ്റ്റേജുകളൊന്ന് ഓർത്തിരിക്കണം. പിന്നെ ചോദിക്കാറുള്ളത് സീഡ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 1 മാർക്കിനൊക്കെ ആയിട്ട് ഈ ഫ്രൂട്ടിൽ നിന്ന് ചിലപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾ ആൻഡ് ഫോൾസ് ഫ്രൂട്ട്, അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത് ലാസ്റ്റത്തേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് പരിഗണിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കുക. പിന്നെയും നമുക്കുണ്ട് നമ്മുടെ അപ്പോമിക്സിസ് എന്നുള്ള കാര്യങ്ങളും, ഈ അപ്പോമിക്സിസും പോളി എംബ്രയോണി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കൊടുക്കുക. അത് വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, അത് 1 മാർക്കിലൊക്കെ ചോദിച്ചാലേ ഉള്ളൂ. അപ്പോൾ സെക്ഷുവൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനുള്ള ഒരു ചോദ്യം പോലും എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല, മിസ് ആവാനായിട്ട് പോകുന്നില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. +2 ബോട്ടണിയിലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്. ഈ ചാപ്റ്ററിന്റെ ഫുള്ളൊന്നും ഇല്ല, നമുക്ക് അവരുടെ കോമ്പിറ്റന്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അവിടെ വരെ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ വരുള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ചേ വരുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സെക്ഷുവൽ ഡിപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലായിരിക്കും ബോട്ടണിയിൽ കേട്ടോ. അപ്പോൾ നോക്കിയേ, ജെല്ലിലിട്ടോഫോറസിസ്, ആ ചിത്രം തന്നു കഴിഞ്ഞിട്ട് ജെല്ലിലിട്ടോഫോറസിന്റെ ചിത്രം തന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതേതാണ് പ്രോസസ് എന്ന് അറിയാനും അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഏത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണേ. ദെൻ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതാണ്, ഉറപ്പാണ് ഈ ചോദ്യം. റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ചുള്ള ചോദ്യം, അതിന്റെ നെയിമിംഗ് പ്രൊസീജിയറുകളും കാര്യങ്ങളും എല്ലാം ചോദിക്കാനുള്ള ചാൻസുകളുണ്ട്. ദെൻ പാലിൻഡോണോമിക് ന്യൂക്ലിയേറ്റഡ് സീക്വൻസസ്, അതായത് ആ ഒരു മലയാളം മാഡം എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുന്ന കാര്യമില്ല, ആ ഒരു കോംപ്ലിമെന്ററി ഷാൻ മസ്റ്റ് ദ സെയിം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാറുണ്ട്, ബിക്കോസ് ചാപ്റ്ററിലെ പകുതിയോളവേ എക്സാമിനുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഹൗ ബാക്ടീരിയൽ സെൽസ് ആർ മെയ്ഡ് കോമ്പിറ്റന്റ് ടു ടേക്ക് DNA ചോദിക്കാറുണ്ട്. അതായത് ആ DNA എടുക്കാനായിട്ട് വേണ്ടിയിട്ട് മീൻസ് ഇവരെ എങ്ങനെയൊക്കെയാണ് റെഡി ആക്കുന്നത്, ആ പ്രോസസ്സുകൾ ഒരു 4 പ്രോസസ്സുകളുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കണം. പിന്നെ ഏലിയൻ DNA ഇൻട്രൊഡ്യൂസിങ് ടെക്നോളജി, ഓക്കെ, അതും ചോദിക്കാനായിട്ടുള്ള നല്ല ചാൻസുകളുണ്ട്. മൈക്രോ ഇഞ്ചക്ഷൻ, ആ ബയോളിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ ക്ലോണിംഗ് വെക്ടർ, ആ ഒരു PBR 320 സ്ട്രക്ചറൊക്കെ എടുത്തിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ ഇത്രയും ടോപ്പിക്കുകൾ ആണ് ആകെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം 101% എന്താണ്, ഉറപ്പാണ്. പക്ഷേ ഈ ബയോടെക്നോളജിയിൽ എങ്ങനെ പോലും ക്വസ്റ്റിന്റെ നമ്പേഴ്സ് കുറവായിരിക്കും, നമുക്ക് സെക്ഷുവൽ ഡിപ്രഷൻ ആയിരിക്കും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം, അറിയേണ്ടതാണ്. അപ്പോൾ ബോട്ടണിയിൽ ഈ 2 ചാപ്റ്ററേ ഉള്ളൂ. ഇനി സുവോളജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്, ഈ 3 ചാപ്റ്റേഴ്സ് ഉള്ളതല്ലേ. അപ്പോൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അപ്പോൾ ഈ 3 ചാപ്റ്ററിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ആ ഒരു ഇമേജ് ഒക്കെ വെച്ചിട്ട് ആ ഓരോരോ ഭാഗങ്ങളായിട്ട് പോകുന്നത് അല്ലേ, ആ ടെസ്റ്റിൽ നിന്നുള്ള അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു പാത്ത് വേകൾ, ആ പോകുന്ന വഴിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേ പറ്റുള്ളൂ, അറിഞ്ഞേ പറ്റുള്ളൂ. അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, ഏതൊക്കെയാണ് പാർട്സുകൾ എന്നുള്ള കാര്യം പഠിക്കണം. ദെൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis എപ്പോഴും റിപ്പീറ്റ് ചെയ്തിരുന്ന ചോദ്യമാണ്. ആ സ്പെർമാറ്റോജെനസിസ്, സ്പെർമ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറും ആ ഹെഡ് ടെയിൽ റീജിയൻ, ആ ചിത്രമൊക്കെ നോക്കി
നിന്ന് പഠിച്ചു വെച്ചോളുക. ദെൻ ഫേസസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ആ മെൻസ്ട്രുവൽ സൈക്കിളിന് ഏതൊക്കെ ഫേസുകൾ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ആ XY ക്രോമസോംസിന്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചുകൊള്ളുക. ദെൻ ഇംപ്ലാന്റേഷൻ പ്ലാസന്റ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അവർ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. ദെൻ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ. ദെൻ ലാക്ടേഷണൽ ലാസ്റ്റ് റീജിയൻ നമ്മൾ കാണുന്നില്ല, ആ ഒരു കൊളസ്ട്രത്തിന്റെ കാര്യങ്ങളും ഇതും കുറെ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും എപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ 1 മാർക്കിന് വരാറില്ല എന്നല്ല പറയുന്നത്. അപ്പൊ ഇത്രയും ഏരിയ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ മെൻസ്ട്രുവൽ സൈക്കിൾ ഒക്കെ എന്ത് ചെയ്തോളുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനിയാണ് അടുത്ത നമ്മുടെ ചാപ്റ്റർ വരുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിലെ അമ്നിയോസെന്റസിസ് അത് എന്തിനു വേണ്ടിയിട്ട്, എന്ത് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ബാൻ ചെയ്തതാണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതല്ല കേട്ടോ. ഞാൻ പറയാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, അതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ഏറ്റവും ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്ന ഒരു 6 മെത്തേഡ് ഉണ്ട്. ആ 6 മെത്തേഡും നല്ല വെള്ളം പോലെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അതിലേത് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചോദിക്കാണ്ട് പറ്റും. ചിലപ്പോൾ ഹെഡിങ് ഇങ്ങനെയായി ചോദിക്കുക, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഈ 6 എണ്ണത്തിൽ 5 എണ്ണയിൽ എഴുതിയാൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ, മാർക്ക് തരുള്ളൂ, ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോന്നും എടുത്തിട്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, പഠിച്ചു വെച്ചോളുക. ഇതിൻ്റെയൊക്കെ ചിത്രം തന്നിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് വരിക, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പോകുക. ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത പിക്ചർ എന്ന് പറഞ്ഞായിരിക്കും ചോദ്യം വരിക കേട്ടോ. ദെൻ MTPs, ഓക്കെ, MTP എന്താണ് അത് പഠിക്കണം. ദെൻ STDs, സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമ്മൾ പഠിക്കണം. ആൻഡ് ആർട്ട്, അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ 3 എണ്ണത്തിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് വരും, 100% ഷുവർ ആണ് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ചോദിക്കും, ഇതിൽ നിന്നൊരു ചോദ്യം വരും, ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യവും 100% ഉറപ്പാണ്. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ ഡിപ്രഷനിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ആ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്, ഉള്ളിലേക്ക് പോയിട്ട് എല്ലാം പറഞ്ഞു തരാനുണ്ടെങ്കിൽ സമയം പോകും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും കാണുന്ന ഈ സിക്കിൾ സെൽ അനീമിയന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മോണോ ഹൈബ്രിഡ് ക്രോസുകൾ വരയ്ക്കാനൊക്കെ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, നോക്കി പഠിച്ചിട്ടേ പോകാവുള്ളൂ. ദെൻ the deviation from Mendelism, incomplete dominance കാര്യങ്ങൾ, കോ ഡോമിനൻസ്, ഇതൊക്കെ എപ്പോഴും ചോദിച്ചു കാരണമുള്ള ചോദ്യങ്ങളാണ്. 2 മാർക്കിനും 3 മാർക്കിനുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരിക. ദെൻ ഡ്രോസോഫിലിന്റെ ആ ഒരു ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ ചിത്രമൊക്കെ അതുപോലെ തന്നെ കുറെ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്, അതൊന്ന് പഠിച്ചു നോക്കിക്കൊള്ളുക. പിന്നെ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ എന്താണെന്നുള്ള കാര്യങ്ങളും അതൊക്കെ പഠിക്കണം. പിന്നെ അതെ മെന്റേലിയൻ ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ, PKU, പെഡിഗ്രി അനാലിസിസ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. ദെൻ ക്രോമസോമൽ ഡിസോർഡേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഡൗൺ സിൻഡ്രം, ട്യൂണർ സിൻഡ്രം, ക്ലിൻഫെൽറ്റർ സിൻഡ്രം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോയുടെ താഴേക്ക് എല്ലാവരും കമന്റ് ചെയ്യുന്ന കാര്യമാണ്, ഇത് എല്ലാ ടോപ്പിക്കുകളും ഉണ്ടല്ലോ എന്നുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ അല്ല ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ നമ്മൾ ആ ടോപ്പിക്കുകൾ തന്നെ സെലക്ട് ചെയ്തിട്ട് എന്തിട്ടുണ്ട്, ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മോർ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. നമുക്ക് ഉടനെ തന്നെ മാരത്തോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ മാരത്തോണൊക്കെ വരുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റ് ആക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ അതിന്റെ വീഡിയോസ് കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.